21കാരി ദിയ ബിനു പുളിക്കക്കണ്ടം പാലാ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സണായതോടെ രാജ്യത്തെ പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർപേഴ്സണായി ആ കുട്ടി മാറി. പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 പേർ അടുത്തടുത്ത വാർഡുകളിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി തിരഞ്ഞെടുക്കപ്പെട്ടത് സംസ്ഥാനമൊട്ടാകെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി കെ.എം. മാണിയുടെ തട്ടകമായ പാലയിലെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കേരള കോൺഗ്രസ് എം അധികാരത്തിന് പുറത്തായി. പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 പേരുടെയും ഒരു കോൺഗ്രസ് വിമതന്റെയും പിന്തുണയോടെ പാലായിൽ UDF അധികാരത്തിലേറി. അങ്ങനെയാണ് പുളിക്കക്കണ്ടം കുടുംബത്തിലെ കുഞ്ഞായ ദിയ അധികാരകസേരയിലെത്തിയത്. വെള്ളിയാഴ്ച നടന്ന വോട്ടെടുപ്പിൽ 26-അംഗ കൗൺസിലിൽ ദിയയ്ക്ക് 14 വോട്ടാണ് കിട്ടിയത്. LDFിലെ ബെറ്റി ഷാജുവിന് 12 വോട്ടും കിട്ടി. വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് LDFിലെ ബിജു പാലു പാടവനെ കോൺഗ്രസ് വിമത മായ രാഹുൽ തോൽപ്പിച്ചു. പാലാ നഗരസഭാ കൗൺസിലർ ബിനു പുളിക്കക്കണ്ടത്തിന്റെ മകളാണ്. കന്നി മത്സരത്തിനിറങ്ങിയ ദിയ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് BA പാസ്സായ ശേഷം MBA പഠനത്തിനുള്ള ഒരുക്കത്തിലാണ്. പാലാ നഗരസഭയിൽ ബിനു പുളിക്കക്കണ്ടം, ബിനുവിന്റെ സഹോദരൻ ബിജു പുളിക്കക്കണ്ടം, ബിനുവിന്റെ മകൾ ദിയ എന്നിവരാണ് സ്വതന്ത്രരായി വിജയിച്ചത്. നഗരസഭയിലെ 13, 14, 15 വാർഡുകളിലാണ് ഇവർ മത്സരിച്ച് ജയിച്ചത്. 20 വർഷമായി കൗൺസിലറായ ബിനു ഒരു തവണ BJP സ്ഥാനാർത്ഥിയായും ഒരു തവണ CPM സ്ഥാനാർത്ഥിയായും 2 തവണ സ്വതന്ത്രനായും ജയിച്ചു. നഗരസഭയിൽ മുമ്പ് CPM ചിഹ്നത്തിൽ മത്സരിച്ചു ജയിച്ച ഏകയാളായിരുന്നു ബിനു. കേരള കോൺഗ്രസ് എമ്മുമായുള്ള തർക്കങ്ങൾക്കൊടുവിൽ ബിനുവിനെ CPM പുറത്താക്കിയിരുന്നു. സുരേഷ് ഗോപിക്കൊപ്പം സജീവമായി പ്രവർത്തിച്ചയാളായിരുന്നു ബിജു. 40 വർഷം കേരള കോൺഗ്രസ് എം പാലാ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റായിരുന്ന PV സുകുമാരൻ നായർ പുളിക്കക്കണ്ടത്തിന്റെ മക്കളാണ് ബിനുവും ബിജുവും.